ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലാൻഡ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് MCQ ക്വസ്റ്റ്യൻസുകൾ നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, നമ്മുടെ 9th CBSE വരുന്ന പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ദ സ്റ്റോറി ഓഫ് വില്ലേജ് പാലംപൂർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, അതായത് വരാവുന്ന എല്ലാ MCQ നമ്മൾ എന്ത് ചെയ്യണം, ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെ മക്കൾ എന്ത് ചെയ്യണം, കാണാം കേട്ടോ. കാരണം ലാസ്റ്റ് ഭാഗത്ത് ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം നിങ്ങളോട് പറയും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ മക്കളെ പറയാനുള്ളത്, ഇപ്പം നിങ്ങളൊക്കെ തന്നെ ഇതുപോലെ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ തന്നെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, സൈലത്തിൻ്റെ ഒരുപാട് ബാച്ചുകൾ, ഓൺലൈൻ ബാച്ചുകൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആപ്പിനകത്തൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട്, അതായത് മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നല്ല ക്ലാസ്സുകൾ വേണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട നോട്ട്സുകൾ വേണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമുകൾ വേണം, ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ വേണം. ഇതൊക്കെ എന്താണ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങൾ യൂട്യൂബിനകത്ത് കാണുന്ന എല്ലാ ഫാക്കൽറ്റീസിനോട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ ഉള്ള ഒരുപാട് ഫീച്ചേഴ്സുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഇത് സൈലത്തിൻ്റെ ആപ്പുകൾ. അപ്പോൾ മക്കളോട് പറയാനുള്ളത്, ചെറിയ ക്ലാസ്സുകൾ മുതലേ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്പുകൾ ഇതുപോലെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, ഇതേപോലെ തന്നെ 8ാം ക്ലാസ്സിനകത്താണെങ്കിൽ ഇത് യോദ്ധ ബാച്ച് ഉണ്ട്, അതേപോലെ തന്നെ 9ലാണെങ്കിൽ നിഞ്ച ഉണ്ട്, സ്റ്റേറ്റിലും ഉണ്ട് CBSE ഉണ്ട്. അപ്പോൾ മക്കൾ ഈ പറഞ്ഞ സ്റ്റേറ്റ് CBSE നിഞ്ച ബാച്ച് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതേപോലെ ഈ പറഞ്ഞ 10th അകത്തുണ്ട്. ഇനി +1 +2 ആണെങ്കിലും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, മക്കൾ വിളിക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ നിഞ്ചയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക, മക്കൾ മാറുക കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യമായിട്ട് MCQയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ മക്കളെ ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്: What is the main production activity in the village of പാലംപൂർ? അല്ലേ, വില്ലേജ് ഓഫ് പാലംപൂരിനകത്ത് നിങ്ങൾക്കറിയാം പ്രധാനപ്പെട്ട അവിടെ പ്രധാനമായിട്ട് അവരുടെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ അത് ഏത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ മാനുഫാക്ചറിങ് ആണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ ആണോ, ഫാമിംഗ് ആണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഡയറി ഫാമിംഗ് ആണോ? ഇതിനകത്ത് ഏതാണ് അവരുടെ പ്രധാനപ്പെട്ടുള്ള അവരുടെ എക്കണോമിക് ആക്ടിവിറ്റി ഏതാണ്, അവരുടെ മെയിൻ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ഏതാണ് എന്നൊന്ന് മക്കളൊന്ന് ഗസ് ചെയ്യുക. മക്കളെ, ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാം. ഇത് തന്നെയാണ്, ഓപ്ഷൻ C ആണ്, ഫാമിംഗ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഫാമിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ തന്നെയാണ് എന്നുള്ളത് അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ 4 മെയിൻ റിക്വയർമെന്റ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ഫാമിംഗ് ആൻഡ് അതർ എക്കണോമിക് ആക്ടിവിറ്റീസ്? മക്കളെ ശ്രദ്ധിക്കുക, ഈ ഫാമിംഗ് അതുപോലെ തന്നെയുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിന് പ്രൊഡക്ഷനകത്ത് നമ്മൾ ഏറ്റവും മെയിനായിട്ടും വേണ്ട ഒരു 4 റിക്വയർമെന്റ്സുകൾ ഉണ്ട് അല്ലേ. 4 പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. അത് ഏത് എന്നാണ് എന്ത് ചെയ്യുന്നത്, ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A ലാൻഡ്, ലേബർ, വാട്ടർ, എയർ അതാണോ? അല്ലെങ്കിൽ ഓപ്ഷൻ B ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ആണോ? അതല്ലെങ്കിൽ ഓപ്ഷൻ C ലാൻഡ്, ലേബർ, ഫിസിക്കൽ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പോൾ ഇതിനകത്ത് ഏതാണ് വേണ്ടത് എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊന്ന് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്, ഈ പറയുന്ന ഓപ്ഷൻ C ആണ് എന്നറിയാം. ലാൻഡ്, ലേബർ, ഫിസിക്കൽ ക്യാപിറ്റൽ, അതുപോലെ ഏതാണ്, ഹ്യൂമൻ ക്യാപിറ്റൽ. ഇതാണ് ഏറ്റവും മെയിനായിട്ട് എന്ത് ചെയ്യേണ്ടത്, വേണ്ടത് എന്ന് നമുക്കറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്, അവിടെ എഴുതേണ്ടത്. ഓക്കെ, റെഡി, സെറ്റ് അല്ലേ, സെറ്റ്. ഇനി അടുത്തതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഫിസിക്കൽ ക്യാപിറ്റൽ? അല്ലേ മക്കളെ ശ്രദ്ധിക്കണം, ഫിസിക്കൽ ക്യാപിറ്റൽ എന്താണ്? നമ്മൾ മെയിനായിട്ട് അറിയാം ഫിസിക്കൽ ക്യാപിറ്റൽ, അതുപോലെ ഹ്യൂമൻ ക്യാപിറ്റൽ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ചോദിച്ചിട്ടുള്ളത് ഫിസിക്കൽ ക്യാപിറ്റലിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചു കേട്ടോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്ക്, പ്രധാനമായിട്ട് ഈ ഫിസിക്കൽ ക്യാപിറ്റലിന് ഏതാണ് വരിക എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓപ്ഷൻ കാണാം, റോ മെറ്റീരിയൽസ് ആൻഡ് മണി ഉണ്ട്, ടൂൾസ് ആൻഡ് മെഷീൻസ് ആൻഡ് ബിൽഡിങ്സ് ഉണ്ട്, അതേപോലെ തന്നെ നോളജ് ആൻഡ് സ്കിൽ ഉണ്ട്, അതേപോലെ തന്നെ ഹ്യൂമൻ എഫേർട്ട് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് വരിക, ഏതാണ് ഈ പറയുന്ന നമ്മുടെ ഫിസിക്കൽ ക്യാപിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്കറിയാം അതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്, ഓപ്ഷൻ B ആണ് ആൻസർ. ടൂൾസ്, മെഷീൻസ്, അതുപോലെ തന്നെ ബിൽഡിങ്സ്, ഇതാണ് അതിൻ്റെ ആൻസർ എന്നുള്ളത് മക്കൾക്ക് അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ അതാണ് ഇത് കറക്റ്റ് ആൻസർ. ഓക്കെ, റെഡി അല്ലേ, റെഡി. അപ്പോൾ ഓപ്ഷൻ B ആണ് എന്ത് ആൻസർ. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്ക്, അടുത്തൊരു ചോദ്യം നിങ്ങൾ നോക്ക്. റോ മെറ്റീരിയൽസ് ആൻഡ് മണി ഇൻ ഹാൻഡ് ആർ കോൾഡ്. മക്കൾ ശ്രദ്ധിക്കുക, ഈ റോ മെറ്റീരിയൽസും അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള റോ മെറ്റീരിയൽസും അതേപോലെ തന്നെ മണിയും ഇത് ഏതിനകത്താണ് വരിക? അപ്പോൾ നിങ്ങൾ നോക്ക്, വർക്കിംഗ് ക്യാപിറ്റൽ ആണോ, ഫിക്സഡ് ക്യാപിറ്റൽ ആണോ, ഹ്യൂമൻ ക്യാപിറ്റൽ ആണോ, അതുപോലെ തന്നെ നൺ ഓഫ് ദ അബവ്. ഈ പറയുന്ന നിങ്ങൾ നോക്ക് മക്കളെ, ഈ റോ മെറ്റീരിയൽസും മണിയും ഇതിൽ ഏതിനാണ് വരിക? വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ടാണോ, അല്ലെങ്കിൽ അതൊരു ഫിക്സഡ് ക്യാപിറ്റൽ ആണോ? കാരണം നമ്മൾ ഓൾറെഡി തന്നെ ഈ പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം മക്കളൊന്ന് ഗസ് ചെയ്ത് നോക്കുക, റോ മെറ്റീരിയൽസ് ഇതിനകത്ത് ഏതാണ് പെടുക എന്നുള്ളത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. യെസ്, അപ്പോൾ നമുക്കറിയാം ഈ റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഏതിലാണ് വരുന്നത്, വർക്കിംഗ് ക്യാപിറ്റലാണ്. ഇല്ല വരിക വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഓപ്ഷൻ A ആണ് എന്ത്
ആൻസർ അല്ലേ, ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, റെഡി. ഇനി മക്കൾസെ അടുത്തയിലേക്ക് നമ്മൾ പോകുന്നത് വിച്ച് ക്രോപ്പ് ഈസ് ഗ്രോൺ ഓൺ ഖാരിഫ് സീസൺ ഇൻ പാലംപൂർ. മക്കൾ ശ്രദ്ധിക്കണം, ഖാരിഫ് ആണ്, ഖാരിഫ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്കറിയാം നമ്മുടെ അഗ്രികൾച്ചർ സീസൺസുകൾ ഉണ്ട് അല്ലേ, ഇന്ത്യക്കകത്തുള്ള അഗ്രികൾച്ചർ സീസൺസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഖാരിഫ്, റാബി, സെയ്ദ് അല്ലേ. അപ്പോൾ അതായത് ഖാരിഫ് എന്ന് പറഞ്ഞാൽ അതൊരു സീസണാണ്. ആ സീസണിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്രോപ്സുകളാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ വരുന്നത് റാബിയാണ്. റാബി സമയത്ത് നമ്മൾ പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്രോപ്സുകൾ മാത്രമാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ സെയ്ദാണ്. സെയ്ദിന്റെ സമയത്തും നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലേക്ക് പറയുകയാണെങ്കിൽ ഈ തന്നിട്ടുള്ളതിൽ ഒരു ഖാരിഫിന് എക്സാമ്പിൾ ആണ് ചോദിച്ചത്. ഖാരിഫ് ക്രോപ്സിന് അല്ലെങ്കിൽ ഖാരിഫ് സീസണിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രോപ്സിന് എക്സാമ്പിൾ ആണ്. ആ ക്രോപ്പ് ഏതാണെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുന്നത് കേട്ടോ. ഏത് ക്രോപ്പാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. അതിനകത്ത് ഓപ്ഷൻ എ വീറ്റ് ഉണ്ട്, ഓപ്ഷൻ ബി റൈസ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്ഷൻ സി ബാർലി ഉണ്ട്, ഓപ്ഷൻ ഡി എന്തുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. ഇതിനകത്ത് ഏതാണ് നമ്മുടെ ഖാരിഫ് എന്ന് പറയാം? ഖാരിഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തുടങ്ങുന്നത് ഖാരിഫാണ്. അപ്പോൾ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്രോപ്പ് തന്നെയാണ് അത്. ഓപ്ഷനകത്ത് ഏത് തന്നെയാണ് നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട റൈസ് തന്നെയാണ്. റൈസ് തന്നെയാണ് അല്ലേ, റൈസ് ആണ്, നെല്ലാണ് അല്ലേ, റൈസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് എന്ത്, അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞല്ലേ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഇത് വീറ്റ് ഏതിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ റാബിക്ക് എക്സാമ്പിൾ ആണ് ഇത് വീറ്റ്. അതുപോലെ തന്നെ സെയ്ദിന് എക്സാമ്പിൾ ആണ് ഇത് വെജിറ്റബിൾസ്. എല്ലാവർക്കും അറിയാലോ അല്ലേ, എല്ലാവർക്കും അതിൻ്റെയൊക്കെ ഡിഫറൻസ് അറിയാലോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളണം കേട്ടോ. കാരണം അത് ഇപ്പോഴല്ലെങ്കിലും ഇനിയുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിലും നിങ്ങളൊക്കെ ഭാവിയിൽ എഴുതാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണേ. ഓക്കെ, നിർബന്ധമായിട്ട് ഇതൊക്കെ പഠിച്ചു വെച്ചോളണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കൾസെ അടുത്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്. മക്കൾ ശ്രദ്ധിക്കണേ, നമ്മുടെ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്, അതായത് ഈ പറയുന്ന മൾട്ടിപ്പിൾ ക്രോപ്പിങ്ങിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ, മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്. ആ മൾട്ടിപ്പിൾ ക്രോപ്പിംഗുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള ഇതിൽ ഈ ഓപ്ഷനകത്ത് ഏതാണ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗുമായി ബന്ധപ്പെട്ടുള്ളത്? അതിൽ ഫസ്റ്റ് വൺ നോക്ക്, ഗ്രോയിങ് മോർ ദാൻ വൺ ക്രോപ്പ് ഓൺ എ പീസ് ഓഫ് ലാൻഡ് ഇൻ 1 year, അതാണോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു പ്രധാനമായിട്ട് അവിടെ പറയുന്നുണ്ട് ഇതുപോലെ തന്നെ ഒരു ഇയറിനകത്ത് ഒന്നിൽ കൂടുതൽ ഇതേപോലെ തന്നെ ക്രോപ്സുകൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണോ മൾട്ടി ക്രോപ്പിംഗ്? അല്ലെങ്കിൽ നോക്ക്, ഗ്രോയിങ് ക്രോപ്സ് ആൻഡ് ആനിമൽസ് ടുഗദർ, അതാണോ? അല്ലെങ്കിൽ യൂസിങ് സെയിം ക്രോപ്പ് എവറി ഡേ, അതാണോ? ചേഞ്ചിങ് ക്രോപ്പ് എവറി 5 years. മക്കളെ ഇതിനകത്ത് ഏതാണ് വരിക? ഏതാണ് ഇതിനകത്ത് നമ്മുടെ ആൻസർ ആയിട്ട് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മൾട്ടി ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ തന്നെയാണ് അല്ലേ. എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ എ തന്നെയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്, ഓപ്ഷൻ എ. അപ്പോൾ ഓപ്ഷൻ എ നിങ്ങൾക്കറിയാം, ഗ്രോയിങ് മോർ ദാൻ വൺ ക്രോപ്പ് ഓൺ എ പീസ് ഓഫ് ലാൻഡ് ഇൻ 1 year അല്ലേ. ഒരു ഇയറിൽ തന്നെ ഒന്നിൽ കൂടുതൽ ക്രോപ്പുകൾ ഒരു സ്ഥലത്ത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടി ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. മൾട്ടി ക്രോപ്പിംഗ്. ഓക്കെ, റെഡി അല്ലേ, മൾട്ടി ക്രോപ്പിംഗ്. അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ കേട്ടോ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. വാട്ട് ഈസ് ദ മെയിൻ എയിം ഓഫ് ദി ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ? മക്കൾ ശ്രദ്ധിക്കണം, ഗ്രീൻ റവല്യൂഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യക്കകത്ത് അഗ്രികൾച്ചർ ഫീൽഡിനകത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഗ്രീൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള എയിം ആണ് ചോദിച്ചത്. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾ നോക്ക്, ടു പ്രൊമോട്ട് ഓർഗാനിക് ഫാമിംഗ് അല്ലേ. ഓർഗാനിക് ഫാമിംഗ് പ്രൊമോട്ട് ചെയ്യുന്നതാണോ അത് ഉദ്ദേശിക്കുന്നത്? അതേപോലെ തന്നെ നോക്ക് മക്കളെ, അടുത്തത് ടു ഇൻക്രീസ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ യൂസിങ് മോഡേൺ ടെക്നിക്സ്, അതാണോ? ഈ പറയുന്ന മോഡേൺ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രധാനമായിട്ട് നമ്മൾ എന്താണ് അഗ്രികൾച്ചർ പ്രൊഡക്ഷനൊക്കെ ഇൻക്രീസ് ചെയ്യുക, അതാണ് ഒരു ലക്ഷ്യം വെക്കുന്നത് അല്ലേ, നോക്കണം. പിന്നെ അടുത്തത് ടു റെഡ്യൂസ് ദ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് അല്ലേ. ഈ പറയുന്ന ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസസ് ഒക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക, അതാണോ ഗ്രീൻ റവല്യൂഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്? അല്ലെങ്കിൽ ടു ഗ്രോ മോർ ക്യാഷ് ക്രോപ്സ് ഫോർ എക്സ്പോർട്ട് അല്ലേ, എക്സ്പോർട്ടിനൊക്കെ വേണ്ടി ഒരുപാട് ക്യാഷ് ക്രോപ്സുകളൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുക, ഇതാണോ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഉദ്ദേശിച്ചത് നമുക്കറിയാം അല്ലേ. ഏറ്റവും മെയിനായിട്ട് നമുക്കറിയാം അതിനകത്ത് ഈ ഓപ്ഷനകത്ത് ഏറ്റവും വരുന്ന ആൻസർ ഇത് തന്നെയാണ്, ഓപ്ഷൻ ബി ആണ് അല്ലേ. ടു ഇൻക്രീസ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ യൂസിങ് മോഡേൺ ടെക്നിക്സ് അല്ലേ. മോഡേൺ ടെക്നിക്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ പറയുന്ന ക്രോപ്സ് കൾട്ടിവേഷനൊക്കെ തന്നെ ഫുഡ് ഗ്രെയിൻ കൾട്ടിവേഷനൊക്കെ മാക്സിമം ഇതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. അതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് കൊടുക്കുന്നത്. മക്കളെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോൺ ഫാം ആക്ടിവിറ്റി പ്രാക്ടീസ്ഡ് ഇൻ പാലംപൂർ അല്ലേ. പാലംപൂരിനകത്തുണ്ടായിരുന്ന ഒരു നോൺ ഫാം ആക്ടിവിറ്റിയാണ് ചോദിച്ചത്. ഓപ്ഷൻ എ വീറ്റ് ഫാമിംഗ്, ഓപ്ഷൻ ബി ഡയറി ഫാമിംഗ്, ഓപ്ഷൻ സി റൈസ് ഫാമിംഗ്, ഓപ്ഷൻ ഡി ഷുഗർ കെയിൻ കൾട്ടിവേഷൻ. മക്കളെ ഇങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ ഞാൻ പറയില്ല,
ഇതിൻ്റെ ആൻസർ ഞാൻ പറയില്ല. അത് മക്കൾ എന്ത് ചെയ്യണം, താഴെ വീഡിയോയ്ക്ക് താഴെ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് താഴെ മക്കൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യം അയക്കുന്ന കമൻറ്റ് ആരാണെന്ന് നോക്കാം. അത് ഞാൻ നെക്സ്റ്റ് എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാനത് ഉൾപ്പെടുത്തും കേട്ടോ. അപ്പോൾ ആരായിരിക്കും ആ ഭാഗ്യവാൻ എന്നുള്ളത് നോക്കാം. അപ്പോൾ മക്കൾ ഉടനെ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓപ്ഷൻസ് ഏതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ പറയാം. അപ്പോൾ മക്കളെ ഒരിക്കൽ കൂടി പറയുകയാണ്, സൈലത്തിൻ്റെ കിഡിലൻ ബാച്ചുകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. 8, 9, 10 ആയിക്കോട്ടെ. ഇതുപോലെ തന്നെ നിങ്ങളുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 5th-ലും 6th-ലും 7th-ലും ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ബാച്ചുകൾ അവൈലബിൾ ആണ്. അത് കൂടാതെ ഇനി 10 കഴിഞ്ഞ ആൾക്കാർക്ക്, SSLC കഴിഞ്ഞ ആൾക്കാർ, 10th കഴിഞ്ഞ ആൾക്കാർക്ക് വേണ്ടി +1 +2 കോഴ്സുകൾ, അതുപോലെ നീറ്റ് JEE തുടങ്ങിയിട്ടുള്ള കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, വിളിക്കുക. കാരണം നിങ്ങൾ ഓരോ ആൾക്കാരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. സോ ഓൾ ദി ബെസ്റ്റ് എവരി വൺ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ മക്കളെ കാണാം. താഴെ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോട്ടോ. താഴെ ഈ കാണുന്ന ക്വസ്റ്റ്യന് പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോ. സോ ബൈ എവരി വൺ, ബൈ.